മേഘനെ 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 അങ്ങോട്ട് വഴിയില്ലടാ. അമ്മയോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ ചോദിക്കാം. ആ വജ്രവാൾ എടുത്തോണ്ട് പോയവരുടെ എന്തെങ്കിലും ഒരു സൂചന എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി തരണേ ദേവി. ഓടിക്കടാ. നിക്കടാ. ഏയ് നിക്കാനാ പറഞ്ഞത്. എടാ ഇനി കുളത്തിലേക്ക് ഇട്ടേക്കാം. പിന്നത്തെ കാര്യം പിന്നെ നോക്കാം. മേഘനെ എന്തു പറ്റി? മിഥുനേട്ടാ, ആ വജ്രവാള് അവരാ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അല്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ചെയ്യണേ? ആ കുളത്തിലേക്ക് ഞങ്ങളുടെ ഒരു സാധനം വീണുപോയി. ഇതിനകത്ത് വലിയൊരു ചുഴിയുണ്ട്. അതിനകത്തെങ്ങാനും ചെന്ന് വീണാണ്ടല്ല പിന്നെ പൊങ്ങിന്ന് വരില്ലട്ടാ. അതുകൊണ്ടാ ഇത് പൂട്ടിയിട്ടിരിക്കണേ. നിങ്ങൾ വേഗം പോവാൻ നോക്ക്. മേഘനെ ഇനിയിപ്പോ എന്താ ചെയ്യാ? നന്ദൻ കുടുംബത്തെ കുറിച്ച് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും വലിയ മതിപ്പാ. ഇന്നത്തെ ഈ ഒരൊറ്റ സംഭവം മതി മിഥുനേട്ടാ. പിതൃക്കളുടെ കാലം തൊട്ട് പരമ്പരാഗതമായി നന്ദൻ കുടുംബത്തിനുള്ള സൽപ്പേര് നശിച്ചു പോവാൻ. തുടങ്ങിവെച്ച അമ്മ മഹാമായുടെ പൂജ പൂർത്തിയാക്കണമെങ്കിലും ഈ നാട്ടിലുള്ളവർക്ക് നന്ദൻ കുടുംബത്തോടുള്ള ബഹുമാനം തകരാതിരിക്കണമെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഈ വാള് തിരിച്ചെടുത്തേ മതിയാവൂ. മിഥുനേട്ടാ, മേഘനെ നീ എന്തീ കാണിക്കുന്നേ? ഞാൻ ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. എനിക്ക് വല്ലതും പറ്റിയ ഈ കയറെ പിടിച്ച് നിങ്ങൾ പുറത്തേക്ക് വലിച്ചാ മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോളാം. നീ എന്തിനാ വെറുതെ? അത് വേണ്ട മിഥുനേട്ടാ. ഞാനിങ്ങനെ ചുടിയിൽ അകപ്പെട്ട ഏട്ടനെ വലിച്ചെടുക്കുന്നതിനേക്കാളും എന്നെ വലിച്ചെടുക്കുന്നതല്ലേ എളുപ്പം. ഇത് പിടിച്ചേ. സൂക്ഷിച്ചിറങ്ങ. മേഘനെ 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 മേഘനെ
ആ വജ്രവാള് തിരിച്ചെടുത്തോണ്ട് വരാൻ മേഘനയെ കൊണ്ട് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഈ കൊല്ലത്തെ പൂജ മുടങ്ങിയ ഇനി ആ വാള് തിരിച്ചു കിട്ടുന്നവരെ നിങ്ങൾക്കാർക്കും ഈ പൂജ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മൂത്തവര് വെറുതെയാണോ പറഞ്ഞിട്ടുള്ളത് അനുഭവം ഉള്ളവരുടെ കയ്യില് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാവൂന്ന്? പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് തക്ക ഉപദേശങ്ങൾ അനുഭവം ഉള്ളവരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം. ലോകത്ത് ആരെങ്കിലും ഇത്രയും വലിയ കാര്യം ഒരു വിവരമില്ലാത്ത ഒരു മണ്ടി പെണ്ണിന്റെ കയ്യിൽ ഏൽപ്പിക്കോ? അല്ല, ഇത്രയും കാലം അരുണിമേച്ചിയല്ലേ ഈ പൂജ നടത്തിയിരുന്നത്? ഇനിയിപ്പോ ചേച്ചിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചേച്ചിക്ക് ശേഷം ഇവിടെ ഞാനുണ്ടല്ലോ. ഞാനായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അത്രയും ഭക്തിയോടുകൂടി ചെയ്തേനെ. ഇതാ മേഘനെ ഏൽപ്പിച്ചോണ്ടല്ലേ ഇപ്പൊ ആ വാളും മോഷണം പോയി പൂജയും പകുതിക്ക് വെച്ച് മുടങ്ങിയത്. ഇനി ഈ നാട്ടുകാരുടെ മുമ്പിൽ നമുക്കൊക്കെ എന്ത് ബഹുമാനം ഉണ്ടാവാനാ? പ്രിയമതേ, മതി, ഒന്ന് നിർത്തിക്കേ. മനസ്സുണ്ടെങ്കിൽ ആളി കത്തുന്ന തീ അണയ്ക്കാനാ ശ്രമിക്കേണ്ടത്. അതല്ലാണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കുന്ന അത്ര നല്ല കാര്യമല്ല. അത് മലന്ന് കിടന്ന് തുപ്പുന്നത് പോലെയാ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു ഏട്ടാ? സത്യമല്ലോ പറഞ്ഞത്. ഇല്ലാത്തത് ഉണ്ടാക്കിയെടുത്തൊന്നുമല്ലല്ലോ. നമ്മുടെ നാവിന്ന് വരുന്ന വാക്ക് മറ്റൊരാൾക്ക് നന്മ ചെയ്യുന്നതല്ലെങ്കിലും ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാകരുത്. രണ്ടു വട്ടം ആലോചിച്ചു വേണം ഓരോന്നും പറയാൻ. എന്താലോചിക്കാനാ ചേട്ടാ? ഏത് കാര്യത്തിനും മേഘനയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം അവള് ചെയ്ത തെറ്റ് എത്ര വലുതാണെന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കാത്ത? ഈ പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ നമുക്കാർക്കെങ്കിലും ഈ നാട്ടിലേക്ക് വരാൻ പറ്റുമോ? ഇത്രയും കാലം സംരക്ഷിച്ചു പോന്ന സൽപ്പേര് ഇപ്രാവശ്യം ഈ നാടിനൊപ്പം ഇവിടെ തന്നെ കുഴിച്ചിട്ട് പോണ്ടി വരും. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി നടക്കേണ്ട എന്താന്ന് വെച്ചാൽ അതിനെ കുറിച്ച് ചിന്തിക്കേ. ഇനിയിപ്പൊ എന്ത് നടക്കാനിരിക്കുന്നമ്മേ? കട്ടയും പടവും മടക്കിക്കൊണ്ട് പട്ടണത്തിലേക്ക് തിരിക്കാം. അരുണിമേച്ചി, എന്തായാലും പൂജ പകുതിക്ക് വെച്ച് മുടങ്ങി. ഇനി ഈ നാട്ടുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കും മുമ്പ് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോണം ചേച്ചി. പ്രിയമതേ, നീ ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. മേഘനയും ഇതിനും വാളെടുത്തോണ്ട് വരാൻ പോയിരിക്കല്ലേ? ഒന്ന് പോയെന്റെ ജയദേവേട്ടാ, ഇതെന്താ വല്ല സിനിമയാണോ? ഹീറോയും ഹീറോയിനും കൂടെ വില്ലനെ തല്ലിക്കൊന്ന് വാളും കയ്യിലേന്തിക്കൊണ്ട് തിരിച്ചു വരാൻ. മോൻ പറഞ്ഞതുപോലെ ചിലപ്പോ ജീവിതത്തിലും സംഭവിച്ചെന്നിരിക്കും. ദേ അങ്ങോട്ട് നോക്കി. എത്ര കഷ്ടപ്പെട്ടിട്ട് ആ വാള ഞാൻ ഇവിടെ നിന്ന് മാറ്റിയത്. അത് പോയതിന്റെ പേരിൽ അരുണിമ ചേച്ചി കരയുന്നത് കാണാൻ ഞാൻ ഒത്തിരി കൊതിച്ചു. അവളുടെ അധികാരവും അഹങ്കാരവും എരിഞ്ഞടങ്ങുന്നത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എല്ലാം ദേ വെള്ളത്തിലായി. ദേ വീരവനിത വാളും ഏന്തിക്കൊണ്ട് വരുന്നു.
മോളെ മേഘനെ, നീ പറഞ്ഞത് ചെയ്തു കാണിച്ചു അല്ലേ? എനിക്കൊരുപാട് സന്തോഷമായി മോളെ. ഇന്ന് ഈ പൂജ നടക്കില്ലെന്നും ഇവിടെയുള്ളവരുടെ എല്ലാം വായിലിരിക്കുന്നത് നീ കേൾക്കേണ്ടി വരുമെന്നും ഞാൻ കരുതി. ഇന്ന് മേഘന ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ വാള് കണ്ടുപിടിക്കാനാവില്ലായിരുന്നു. നിന്നെ എനിക്ക് വിശ്വാസമായിരുന്നു മേഘനെ. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാനും നീ മടിക്കില്ല. ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നീ എങ്ങനെയെങ്കിലും നേടിയിരിക്കും. അല്ല, അതിരിക്കട്ടെ, നീ എങ്ങനെ മോളെ ആകെ നനഞ്ഞിരിക്കുന്നത്? അതൊരു വലിയ സംഭവമാണ് ഡാഡ്. അവിടെ ഉണ്ടായതെന്താന്ന് വെച്ചാൽ അല്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ചെയ്യണേ? ആ കുളത്തിലേക്ക് ഞങ്ങളുടെ ഒരു സാധനം വീണുപോയി. ഇതിനകത്ത് വലിയൊരു ചുഴിയുണ്ട്. അതിനകത്തെങ്ങാനും ചെന്ന് വീണാണ്ടല്ല പിന്നെ പൊങ്ങിന്ന് വരില്ലട്ടാ. മേഘനെ, ജീവൻ അപകടമാണെന്ന് അറിഞ്ഞിട്ടും മേഘന ആ കുളത്തിലേക്ക് ഇറങ്ങി ഡാഡ്. നമ്മുടെ കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി ആ വാൾ എങ്ങനെയും വീണ്ടെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. പറയാതിരിക്കാൻ വയ്യ, ഇന്ന് വരെ ഇങ്ങനൊരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല. ഇവർ ആ കുളത്തിലേക്ക് ഇറങ്ങുമ്പോ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയില്ല. ആദ്യമായിട്ട് ആ കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് ജീവനോടെ ഒരാൾ തിരിച്ചു കയറി വരുന്നേ. ആണുങ്ങൾക്ക് പോലും ആ കുളത്തിലേക്ക് ഇറങ്ങാൻ ധൈര്യം ഉണ്ടാവാറില്ല. അങ്ങനെ ഉള്ളപ്പോഴാ ആ ചേച്ചി അതിലേക്ക് എടുത്ത് ചാടിയെ. അഭിനന്ദിച്ചേ മതിയാവൂ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അരുണിമേച്ചിയുടെ മരുമോളെന്ന് പറഞ്ഞ വെറുതെയാണോ? അമ്മായിയമ്മയ്ക്ക് പറ്റിയ മരുമോള് തന്നെ. ഇന്നത്തെ കാലത്ത് കുടുംബത്തിന് വേണ്ടി ഇത്രയും വലിയ സാഹസത്തിന് ആരാ മുതിര? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. കുടുംബത്തിന്റെ സൽപ്പേര് കാക്കാൻ വേണ്ടി മേഘന ഏതറ്റം വരെയും പോകും. വിശ്വസിച്ചവർക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനോ അവൾ ഒരിക്കലും മടിക്കാറില്ല. മോളെ മേഘനെ, എത്രയോ വർഷങ്ങളായി അരുണിമമാലിനി വിജയകരമായി നടത്തിക്കൊണ്ടുവന്നിരുന്ന ഈ പൂജ ഈ കൊല്ലത്തോടെ എന്നേക്കുമായി അവസാനിച്ചു എന്നാണ് കരുതിയത്. പക്ഷെ ഇപ്പൊ നീ കാരണം ഈ പൂജ ഇവിടെ ഇപ്പൊ സമ്പൂർണ്ണമാവുക. വാള് മോഷണം പോയപ്പോ ഇനി മേഘന തലപൊക്കില്ലെന്നാ ഞാൻ കരുതി. പക്ഷേ വട്ടുപിടിച്ച നാട്ടുകാരെല്ലാവരും കൂടി അവളെ തലക്കേറ്റി വെക്കുകയാണല്ലോ. അവളിങ്ങനെ വെച്ചടി കേറിക്കൊണ്ടിരുന്ന പിന്നെ അവൾ അവളുടെ കാലുകൊണ്ട് എന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും.
നീ എന്താ അരുണിമ ഒന്നും പറയാതെ നിൽക്കുന്നേ? ഇത്രയും വലിയൊരു റിസ്ക് മേഘന എടുക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്തായാലും എന്താ, വാളവള് തിരികെ കൊണ്ടുവന്നല്ലോ. തിരുമേനി പൂജയുടെ ഒരുക്കങ്ങൾ നോക്കിക്കൊള്ളു. ആയിക്കോട്ടെ. ഓം സോമായ നമഃ സ്വാഹ. ഓം സോമായ ഇദം നമഃ. ഓം ഇന്ദ്രായ നമഃ സ്വാഹ. ഓം ഇന്ദ്രായ ഇദം നമഃ. ഓം ചന്ദ്രായ നമഃ സ്വാഹ. ഓം ചന്ദ്രായ ഇദം നമഃ. ഓം വനസ്പതയേ നമഃ സ്വാഹ. ഓം വനസ്പതയേ ഇദം നമഃ. ഹരി ഓം യജ്ഞനാരായണായ നമഃ. ഓം ഗണാനാം ത്വാ ഗണപതികും ഹവാമഹി കവിം കവീനാമോസ്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോതിഭിः സീദസാദനം സ്വാഹ. ഓം ശ്രീമന്മഹാഗണാധിപതയേ ഇദം നമഃ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമേവ ബന്ധനാൻ മൃത്യോർമുക്ഷേമാമൃതാത്. ദേവി, മിഥുനേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നത്. ഇപ്പോഴും ഏട്ടന് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടി എന്നെ വിട്ട് അകന്നു പോയിട്ടില്ല. ആപത്ത് ഏത് ഭാഗത്തുനിന്നാ വരുന്നെന്നുള്ള എന്തെങ്കിലും ഒരു സൂചന എനിക്ക് തരണേ. ചാരു, എന്താ നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി. ചേച്ചിയെ കാണുമ്പോ മുള്ളുകൾക്കിടയിൽ പൂത്തു നിൽക്കുന്ന പനിനീർ പുഷ്പം പോലെ തോന്നുക. അതെന്താ ചാരു, നീ എന്താ പറഞ്ഞു വരുന്നേ? ഈ 2 ദിവസത്തെ കാര്യങ്ങൾ ഞാൻ കണ്ടതല്ലേ. കുടുംബത്തിലെ മൂത്ത മരുമകളുടെ സ്ഥാനത്ത് നിന്ന് പൂജ ചെയ്യാനുള്ള അധികാരം തന്നെങ്കിലും ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കും ചേച്ചി എന്തൊക്കെ എല്ലാരും പറയുന്നത്. എല്ലാവരും ചേച്ചിയെ അപമാനിക്കാൻ വേണ്ടി, ഒരു ചെറിയ പഴുത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഇനി അങ്ങോട്ട് ചേച്ചി എങ്ങനെ ആ വീട്ടിൽ കഴിയുമെന്ന് ചിന്തിക്കുമ്പോ നെഞ്ചിനകത്തൊരു അഗ്നികോണം ഉരുണ്ടുകൂടുന്നു. അതൊന്നും വേണ്ട. നമ്മൾ പോകുന്ന പാതയിൽ കല്ലും മുള്ളുണ്ടല്ലോ എന്ന് കരുതി പേടിച്ചു നിന്നു കഴിഞ്ഞാ യാത്ര അവിടെ തന്നെ മുടങ്ങിപ്പോവും. ആ കല്ലുകളും മുള്ളൊക്കെ എടുത്തു മാറ്റി മുന്നോട്ട് നടക്കാൻ കഴിഞ്ഞാലേ നമുക്ക് നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. എല്ലാ കാര്യങ്ങളും നമ്മളിലെ ചിന്താഗതി അനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അതെങ്ങനെയാ ശരിയാവാ ചേച്ചി? ചുറ്റും കുത്തി നോവിക്കുന്ന വാക്കുകളും തക്കം കിട്ടിയ കൊല്ലാൻ പാകത്തിലുള്ള കുതന്ത്രങ്ങളും ഉള്ളപ്പോ നമുക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് യാത്ര തുടരാൻ പറ്റും? ചാരു, കഷ്ടപ്പാടുകൾ നമുക്ക് പുതുതല്ലല്ലോ. ചെറുപ്പത്തിലെ അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ടു. എല്ലാം ആണെന്ന് കരുതിയ അപ്പൂപ്പൻ പകുതിക്ക് വെച്ച് തനിച്ചാക്കി നമ്മളെ വിട്ടുപോയി. ആ സങ്കടങ്ങളുടെയും നൊമ്പരങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഒക്കെ മുന്നില് ഇതൊക്കെ പുഷ്പം പോലത്തെ കാര്യങ്ങളല്ലേ ചാരു? അതുമായി സാദൃശ്യപ്പെടുത്തിയ ഇത് നിഷ്പ്രയാസം കടന്നു പോവാം. എനിക്കറിയില്ല ചേച്ചി, എല്ലാ കാര്യത്തിലും ചേച്ചി ഒരു പിടിവള്ളി കണ്ടെത്തും. അതുപോലെ തോറ്റു പിന്മാറുകയുമില്ല. അങ്ങനെ നിന്നാലേ ഈ ലോകത്ത് വലിയ കേടുപാടുകളില്ലാതെ പോവാൻ പറ്റും. മറിച്ചാണെങ്കില് ഓരോ പ്രളയത്തിലും മുങ്ങിത്താണ് മരണത്തിന്റെ വക്കിലെത്തും. മോളെ മേഘനെ, യാത്രയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു അച്ഛാ. എന്റെ മനസ്സിപ്പോ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തു പഴിചാരിയാലും ഒടുവിൽ നന്ദൻ കുടുംബത്തിന്റെ മരുമകളായി നീ ഈ പൂജ വിജയകരമാക്കി. ആരൊക്കെ മാറ്റി നിർത്തിയിട്ടും ആ അമ്മ മഹാമായ നിന്നെ നന്ദൻ കുടുംബത്തിന്റെ മരുമകളായി അംഗീകരിച്ചിരിക്കുന്നു. ആ ദേവിയാണ് നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചിരിക്കുന്നത്. അതെ മോളെ, ഇപ്പോഴാ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയത്. കണ്ടില്ല ആന്റി, ഇങ്ങോട്ട് വരുമ്പോ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാം തകിടം മറിഞ്ഞു. മേഘനയുടെ പേര് പോലും ഇല്ലാത്ത ലോകത്തേക്ക് ഞാൻ എത്തിയെന്ന് കരുതി. ഒടുവിൽ എല്ലാത്തിനും നേതൃത്വം നൽകി മുൻപിൽ നിൽക്കാൻ അവൾ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് ചെയ്യാനാ മഞ്ജരി, ചില സന്ദർഭങ്ങൾ അങ്ങനെയാ. നമ്മൾ വിചാരിക്കുന്നതിന് നേരെതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അപ്പം മിണ്ടാണ്ട് കണ്ടുകൊണ്ട് നിൽക്കാന്നല്ലാതെ പ്രതികരിക്കാനാവില്ല. ഒടുക്കത്തെ ഭാഗ്യ മേഘനയ്ക്ക് അതല്ലേ ആന്റി? പടിയടച്ച് പിണ്ടം വെച്ച് വന്നിട്ടും അപ്പൂപ്പൻ നേരെ വീട്ടിലേക്ക് ചെന്നതും അവളെയും പിടിച്ച് ഇങ്ങോട്ടേക്ക് പോന്നത്.
എല്ലാ പട്ടിക്കും ഒരു നാളുണ്ടാവും. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ളത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? എന്തിന് മേഘന പോലും ഇതൊന്നും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ചിലരുടെ ഐശ്വര്യം അങ്ങനെയാ, നമുക്കൊന്നും ചെയ്യാനാവില്ല. അവളെ കണ്ട് അസൂയപ്പെടാൻ മാത്രമേ വിധിച്ചിട്ടുള്ളൂ. പോട്ടെ, സാരമില്ല മഞ്ജരി. നീ വാ, നമുക്ക് ചെന്ന് ബാഗ് എടുത്ത് വെക്കാം. വാ, നടക്ക്. ശ്ശേ. ചരു പ്ലീസ്. അരുണിമാമ്മേ, നിങ്ങൾ പറഞ്ഞ പോലെ ആ വജ്രവാള് ദേവിയുടെ ശ്രീമൂലസ്ഥാനത്ത് ഭദ്രമായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. വേലായുധ, ഇവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് നീയായിരുന്നു. നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ജീവിതത്തിൽ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഓർത്താ മതി. ജയേട്ടാ, വാ നമുക്ക് ശരി, ഇറങ്ങാം. വരൂ അമ്മേ. ആ മേഘനെ കൈ കാണിക്കേ. മേഘനെ, എന്താ മിഥുനേട്ടാ? എന്താ നീ വല്ലാതെ തോന്നുന്നേ? എന്ത് ചെയ്യാനാ മിഥുനേട്ടാ? നാട്ടിൽ വെച്ച് 2 വട്ടം കുളത്തിൽ മുങ്ങേണ്ടി വന്നില്ലേ? അതിനുശേഷം ഈ ജലദോഷം തുടങ്ങിയത്. എന്നിട്ട് എന്തെങ്കിലും ടാബ്ലറ്റ് കഴിച്ചുകൂടായിരുന്നോ? കഴിച്ചിരുന്നു കേട്ടാ, എന്നിട്ടും ഒട്ടും കുറയുന്നില്ല. ടാബ്ലറ്റ് മാത്രം കഴിച്ചോണ്ട് കാര്യമില്ല. നന്നായിട്ടൊന്ന് ആവി പിടിച്ചാൽ പൊയ്ക്കോളും. നല്ല തിളച്ച വെള്ളത്തിൽ ഏതെങ്കിലും ഒരു ബാം എടുത്തിട്ടിട്ട് നന്നായി ആവി പിടിച്ചാൽ പൊയ്ക്കോളും. അയ്യോ, ആവി പിടിക്കണമെന്നോ? എന്നെ കൊണ്ട് പറ്റില്ല മിഥുനേട്ടാ. ചെറുപ്പം തൊട്ടേ എനിക്കിത് ഭയങ്കര പേടിയാ. അങ്ങനെ ശീലമില്ലായിരുന്നു. പേടിയാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ജലദോഷം മാറണ്ടേ? നീ പേടിക്കൊന്നും വേണ്ട. സുദീപേ, സുദീപേ, എന്താ വലിയേട്ടാ? കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവാ. മേഘനയ്ക്ക് ആവി പിടിക്കാൻ വേണ്ടിയാ. ആയിക്കോട്ടെ വലിയേട്ടാ. മിഥുനേട്ടാ, പ്ലീസ്, അത് വേണ്ട മിഥുനേട്ടാ. ആവി പിടിക്കുമ്പോ കണ്ണും മൂക്കും എല്ലാം നല്ലോണം നീറും. അങ്ങനെ പൊതിച്ചിരിക്കാൻ എനിക്ക് പേടിയാ. കണ്ടോ, തുമ്മുന്ന കണ്ടോ? ജലദോഷം നന്നായിട്ടുണ്ടെന്നാ തോന്നുന്നു. ഇനി കൂടുതലൊന്നും പറയണ്ട. വലിയേട്ടാ, ചൂടുവെള്ളം. മേഘനെ, വാ, ഇരിക്കേ. കണ്ടോ, മിഥുനേട്ടന് ജലദോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം മിഥുനേട്ടനെ ആവി പിടിക്കേ. അതിന് ഞാൻ 1 2 തുമ്മലല്ലേ തുമ്മിയുള്ളൂ. കണ്ടു കേട്ടാ, എന്നെക്കാളും കൂടുതൽ തുമ്മുന്നത് മിഥുനേട്ടനാ. ആദ്യം മിഥുനേട്ടനെ ആവി പിടിച്ചേ. എന്റെ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം.
ഞാൻ ആവി പിടിച്ചാലേ മേഘനെ ആവി പിടിക്കൂ. അതുകൊണ്ട് അവളെ കൊണ്ട് എങ്ങനെ ആവി പിടിപ്പിക്കണം? എന്നാ പിന്നെ മേഘനെ ഞാൻ ആവി പിടിക്കാൻ പോവാ. എന്റെ കൂടെ നീയും കൂടെ ആവി പിടിക്കേ. വേറെ വഴിയൊന്നുമില്ല. ഇല്ല, മര്യാദയ്ക്ക് പറയുന്ന കേട്ടോ. വേം വാ, അല്ലെങ്കിൽ ഇതൊന്നും പെട്ടെന്ന് കുറയാൻ പോകുന്നില്ല. മേഘനെ വന്നേ.